ഇടുക്കി പീരുമേട് മേമല പുതുവേലി തോട്ടം തൊഴിലാളികൾ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലാണ്. കുടിവെള്ള ടാങ്ക് നിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് 14 ലക്ഷം രൂപ അനുവദിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാനായില്ല. ടാങ്ക് നിർമ്മിക്കാൻ കണ്ടെത്തിയ സർക്കാർ ഭൂമിയിൽ തോട്ടം ഉടമ അവകാശം ഉന്നയിക്കുന്നതാണ് 120 കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടിലാക്കുന്നത്. പീരുമേട് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ മേമല പുതുവയലിലുള്ള 120 കുടുംബങ്ങൾക്ക് ആശ്രയം മഴക്കാലത്ത് ശേഖരിക്കുന്ന ഈ കുളത്തിലെ വെള്ളമാണ്. കടുത്ത വേനൽ ചൂടിൽ ഇതും നേരത്തെ വറ്റി വരണ്ടു. ഇപ്പോൾ ഏക ആശ്രയം നേർത്തൊഴുകുന്ന ഈ തോടും ഇതിന് സമീപത്തുള്ള കല്ലുകെട്ടി തിരിച്ച ഈ ഉറവച്ചാലും മാത്രമാണ്. കത്തി നിൽക്കുന്ന വേനൽ ചൂടിൽ അടുത്ത ദിവസം തന്നെ ഈ നീരുറവിയും വറ്റും. ഇപ്പൊ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ അലക്കാനും കുടിക്കാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ വിലക്കേ ഞങ്ങൾ വെള്ളം മേടിക്കണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഈ ഭാഗത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. നിലവിലുള്ള ഈ ചെറിയ കുളത്തിൽ നിന്നും മണിക്കൂറുകൾ കാത്തുനിന്നാണ് വെള്ളം ശേഖരിക്കുന്നത്. രാത്രികാലത്തടക്കം വെള്ളം ശേഖരിച്ച് ഇവിടെ നിന്നും ഓട്ടോറിക്ഷയിലാണ് വീട്ടിലെത്തിക്കുന്നത്. ഇതും വറ്റുന്നതോടെ ഇനി വില കൊടുത്തു വാങ്ങണം. അതും 200 ലിറ്റർ വെള്ളത്തിന് 1000 രൂപ. ഏറ്റവും മുകളിലുള്ളവർക്ക് 1500 ചിലവാകും. വെള്ളത്തിന് ഇവിടെ വേണം വരെ വേനലിൽ വന്ന് ഈ വെള്ളം ഇരുന്ന് കോരിയ വെള്ളം കൊണ്ടുപോകുന്നത്. അതിന് 60 രൂപ ഓട്ടോ കൊടുത്താൽ കരോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഒത്തിരി പേരോട് നമ്മളിവിടെ ഉള്ള ആൾക്കാരെ എല്ലാവരും ചെന്ന് നമ്മുടെ എസ്റ്റേറ്റുകാരോടും പഞ്ചായത്തിലോടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ ഇപ്പം തരാം പിന്നെ തരാമെന്നും പറഞ്ഞാണ് പോകുന്നത്. ഒന്നും നടപ്പിലായിട്ടില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട മലമുകളിലുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് ഇടയ്ക്ക് തോടിന് സമീപത്ത് പുതിയ ടാങ്ക് നിർമ്മിച്ച മോട്ടോർ സ്ഥാപിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് 14 ലക്ഷം വകയിരുത്തിയിട്ട് 2 വർഷം പിന്നിടുന്നു. എന്നാൽ ബദേൽ പ്ലാന്റേഷൻ വുഡ്ലാൻഡ് ഡിവിഷൻ ഉടമ ഇതിന് തടസ്സം നിൽക്കുകയാണ്. MLA വാഴൂർ സോമനയടക്കം നേരിൽ കണ്ട് പരാതി പറഞ്ഞിട്ടും നടപടിയില്ല. ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി നേരെ മുകളിലോട്ട് ടാങ്കി കയറ്റാൻ പറ്റില്ല, കയറത്തില്ല. നിലവിൽ എസ്റ്റേറ്റിന്റെ ഇവിടെ ഒരു ടാങ്ക് പണിതിട്ട് ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ഇത് മുകളിലോട്ട് കയറ്റിട്ട് വേണം പിന്നെ എല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പം എഞ്ചിനീയേഴ്സ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഇപ്പം ആ NOC കിട്ടാൻ താമസമാണ്. എസ്റ്റേറ്റിൽ നിന്ന് കിട്ടേണ്ട ആ NOC കിട്ടുവാണെങ്കിൽ ഇവിടെ ആ ടാങ്ക് പണിയാൻ പറ്റും. തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. എന്നാൽ തോട്ടമുടമ അവകാശവാദം ഉന്നയിക്കുന്നത് റവന്യൂ ഭൂമിയാണെന്നാണ് തോട്ടം തൊഴിലാളികൾ പറയുന്നത്. തോട്ടഭൂമി വ്യാപകമായി മറിച്ചു വിൽക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്ന ബദേൽ പ്ലാന്റേഷൻ ഉടമയും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടുമാണ് സർക്കാർ പദ്ധതിയിൽ പോലും കുടിവെള്ളം നിഷേധിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.